പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സദ്വർത്തമാന കാലഘട്ടം. സ്വർഗത്തിൽ നിന്ന് നല്ല വാർത്തയ്ക്ക് വേണ്ടി തലമുറ തലമുറയായി നോക്കിപ്പാർത്തിരിക്കുന്ന ജനസമൂഹത്തിന് സദ്വാർത്ത ലഭിച്ച വചനിപ്പിൻ്റെ മനോഹരമായ ദിവസമാണ് ഈ ഞായറാഴ്ച. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് സഭ ഓർക്കുന്ന ദിവസം. മാർച്ച് മാസം 25 ഒരു ഫിക്സഡ് പെരുന്നാളായി വചനിപ്പ് പെരുന്നാൾ സഭ ആഘോഷിക്കുന്നുണ്ടല്ലോ. എന്നാൽ എൽദോ പെരുന്നാളിന് മുൻപ് ഒരു ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പായി സഭ ക്രമീകരിച്ചിരിക്കുന്നു. ആ ദിവസമാകുന്നു ഈ ഞായറാഴ്ച. മറിയാമെന്ന ജീവനുള്ള പലകയിൽ സർവശക്തൻ തിരുഹിതമെഴുതിയ മഹനീയ സന്ദർഭമാണ് വചനിപ്പ്. മറിയാമെന്ന ജീവനുള്ള പലകയിൽ സർവശക്തൻ തിരുഹിതമെഴുതിയ മഹനീയ സന്ദർഭം. വചനിപ്പിനെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ നൽകുന്ന മഹത്തരമായ ഒരു കുറിപ്പാണിത്. യഥാർത്ഥത്തിൽ സീനായ് മലയുടെ മുകളിൽ വെച്ച് കൽപ്പലകയിൽ മോശയ്ക്ക് തിരുവചനം എഴുതി ലഭിച്ചു. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ സാക്ഷിയൻ പെട്ടകം, അഹറോന്റെ തളർത്ത വടിയും മന്ന ഇട്ടുവച്ച നിക്ഷേപപാത്രവും അതുപോലെ തന്നെ നിയമത്തിൻ്റെ കൽപ്പലകകളും വഹിച്ചിരുന്നു. കാലസമ്പൂർണതയിൽ ദൈവവചനം, ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ച സാക്ഷിയൻ പെട്ടകവും അതുപോലെ തന്നെ ജീവന്റെ വചനം എഴുതപ്പെട്ട മാംസപ്പലകയുമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് വേദവായനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. 6-ാം മാസം ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ഇപ്രകാരമാണ് വേദഭാഗം ആരംഭിക്കുന്നത്. 6-ാം മാസം എന്ന് പറയുന്നത് ഏലിശുബയെ യോഹന്നാനെ ഉദരത്തിൽ വഹിച്ചതിൻ്റെ 6-ാം മാസമായിട്ടാണ് ലൂക്കോസ് ഏവൻഗേലിയോസ് പ്രതിപാദിക്കുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച സക്കറിയ പുരോഹിതന് ലഭിച്ച അറിയിപ്പാണല്ലോ. ആ സക്കറിയ പുരോഹിതന് ലഭിച്ച അറിയിപ്പ് കഴിഞ്ഞ് 6-ാം മാസം. അപ്പോൾ ഏലിശുബ യോഹന്നാനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നതിൻ്റെ 6-ാം മാസം. ദാവീദ് ഗൃഹത്തിൽ ഉൾപ്പെട്ടവനായ യൗസേപ്പിന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അരികിലേക്ക് മാലാഖ സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്നു. യേശുവിനെ ദാവീദ് പുത്രൻ എന്ന പഴയ നിയമത്തിൽ വലിയ പ്രതീക്ഷയോടെ വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിശേഷണങ്ങൾ, ദാവീദ് പുത്രൻ എന്ന വിശേഷണം കർത്താവിൽ അന്വർത്ഥമാകത്തക്ക രീതിയിലാണ് ലൂക്കോസ് ഏവൻഗേലിയോസ് ഈ പ്രതിപാദനം നടത്തുന്നത്. യേശു ക്രിസ്തു മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചതിൻ്റെ കാരണം 2 കാര്യങ്ങളിലൂടെ വിശദമാക്കുന്നു. 1, ദാവീദിൻ്റെ സന്തതി എന്ന പ്രവചന പൂർത്തീകരണം. അതുകൊണ്ടാണ് യോസഫ് ദാവീദ് ഗൃഹത്തിൽ ഉൾപ്പെട്ടവനാണ് എന്ന് വംശാവലി അനുസരിച്ച് ലൂക്കോസ് ഏവൻഗേലിയോസ് പ്രതിപാദിക്കുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഭക്തരും നീതിമാന്മാരുമായ യഹൂദന്മാർ അവരുടെ വംശാവലിയിൽ ഉൾപ്പെട്ട ആളെയാണ് ഭാര്യയായി സ്വീകരിക്കുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രത്തിലും യാക്കോബിൻ്റെ ചരിത്രത്തിലുമൊക്കെ ഈ പ്രതിപാദനം വ്യക്തമാണല്ലോ. അതുകൊണ്ട് യൗസേപ്പ് ദാവീദ് വംശത്തിൽപ്പെട്ടവനായതുകൊണ്ട് ആ കുലത്തിൽ തന്നെ പെട്ട മറിയാമിനെ വിവാഹ നിശ്ചയം നിർവഹിക്കുന്നു. ആ ഒരു അർത്ഥതലം യഥാർത്ഥത്തിൽ ഈ മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചതിൻ്റെ കാരണത്തിൻ്റെ വിശദീകരണമായി വേണമെങ്കിൽ പഴയ നിയമ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിൻ്റെ വിശാലമായ അർത്ഥതലത്തിൽ ഈ വചനിപ്പിൻ്റെ അർത്ഥതലം വിശദീകരിക്കുന്നുണ്ട്. ജഡധാരണത്തിൻ്റെ ശരിയായ സുവിശേഷ അർത്ഥം വിശദീകരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്
അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പൗലോസ്ലീഹായുടെ ഭാഷയിൽ എല്ലാ മനുഷ്യർക്കും, യഹൂദന് മാത്രമല്ല സർവർക്കും, വിജാതിയർക്കും യഹൂദനും ഒരുമിച്ച് പിതാവിൻ്റെ മടിയിലിരുന്ന് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി ജനിച്ചത്. യഥാർത്ഥത്തിൽ മാലാഖ, പരിശുദ്ധ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ വചനിപ്പ് നൽകുന്നതിലൂടെ വചനിപ്പിൻ്റെ വലിയ പ്രാധാന്യവും വീണ്ടെടുപ്പിൻ്റെ ചരിത്രവും സമാരംഭിക്കപ്പെടുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, പുത്രത്വത്തിൻ്റെ വലിയ അവകാശത്തിലേക്ക് നാം കടന്നു വരുവാൻ ഇടയാക്കിയ മഹത്തരമായ സംഭവമാണ് ദൈവപുത്രൻ കന്യകയിൽ നിന്ന് ജാതം ചെയ്യുന്നത്. വചനിപ്പിനെ കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഒന്നാമത്, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വചനിപ്പിൻ്റെ ഗൗരവം അത് വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. വചനിപ്പ് പെരുന്നാളിലെ സന്ധ്യയുടെ പ്രമിയോനിലും രാത്രി പ്രാർത്ഥനയുടെ 1-ാം കൗമയുടെയും 2-ാം കൗമയുടെയും പ്രമിയോനിലും പ്രഭാതവും 3-ാം മണിയുമൊക്കെ വലിയ സംഭവമായിട്ട് യഥാർത്ഥത്തിൽ വചനിപ്പിനെ വിവരിക്കുന്നു. ഗബ്രിയേൽ മാലാഖയോട് ഈ സ്വർഗീയ രഹസ്യം മാലാഖയ്ക്ക് മനസ്സിലായ നിമിഷം തന്നെ ചടുതിയിൽ, വളരെ വേഗത്തിൽ മാലാഖ വചനിപ്പുമായി മറിയാമിൻ്റെ അരികിലേക്ക് വരികയായിരുന്നു എന്നാണ് പ്രമേയോൻ സദറായിലെ വിവരണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം കാംക്ഷിച്ചിരുന്ന, തലമുറകളായി നോക്കിപ്പാർത്തിരുന്ന ഒരു മഹാദിനമാണ് യഥാർത്ഥത്തിൽ വചനിപ്പ്. വർഷാന്തരങ്ങളായി മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വർഗവും ഭൂമിയിൽ നീതിമാന്മാരും പുണ്യവാന്മാരും ദൈവസന്നിധിയിൽ അർപ്പിച്ച പ്രാർത്ഥനയുടെ വലിയ ഫലമാണ് വചനിപ്പ്. അതാണ് വചനിപ്പ് നമ്മെ പഠിപ്പിക്കുന്ന സദ്വർത്തമാനം, നമ്മെ പഠിപ്പിക്കുന്ന പ്രഥമയാശയം. ഈ വേദഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന. മാലാഖയിൽ നിന്ന് വചനിപ്പ് ലഭിച്ചു കഴിഞ്ഞ് കന്യക മറിയാം പ്രത്യുത്തരമായി പറയുന്ന വാക്ക്, മറിയാമിൻ്റെ പ്രതികരണം, ഹൗ ക്യാൻ ദിസ് ബി? ഇത് എങ്ങനെ സംഭവിക്കും? യഥാർത്ഥത്തിൽ ഈ വചനിപ്പിൻ്റെ വലിയ രഹസ്യങ്ങളുടെ മറ നീക്കുന്ന മനോഹരമായ അന്വേഷണമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ വാക്ക്. കഴിഞ്ഞ ഞായറാഴ്ച സക്കറിയ പ്രവാചകനോട് ഗബ്രിയേൽ മാലാഖ നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വന്ധ്യയുമാകുന്നുവെന്ന തടസ്സം, അതാണ് സക്കറിയ പുരോഹിതൻ പറയുന്നത്. അത് അവിശ്വാസമാണ്. ദൈവശബ്ദത്തെ അവിശ്വസിക്കുന്നു. എന്നാൽ മറിയാമിൻ്റെ വാക്ക് ഇതെങ്ങനെ സംഭവിക്കും എന്നത് യഥാർത്ഥത്തിൽ സംശയമോ വിശ്വാസക്കുറവോ അല്ല, മറിച്ച് ഇതൊരു സംശയ നിവാരണമാണ്. വിശ്വാസക്കുറവല്ല, വിശ്വസിക്കേണ്ടതിൻ്റെ വിശദീകരണമാണ്. ഇത് സംശയമല്ല, സംശയ നിവാരണമാണ്. ഇതാണ് പിതാക്കന്മാരുടെ ഭാഷ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൗ ക്യാൻ ദിസ് ബി? യഥാർത്ഥത്തിൽ അമ്മ അന്വേഷിക്കുന്നത് എങ്ങനെ ഈ മഹത്തരമായ പ്രക്രിയ നടക്കും, എന്താണ് അതിൻ്റെ മാനർ, മെത്തഡോളജി, അതാണ് അമ്മ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ രഹസ്യം മാലാഖ മറിയാമിന് വെളിപ്പെടുത്തുന്നു. മാലാഖ മറിയാമിന് വെളിപ്പെടുത്തുന്ന ദിവ്യ രഹസ്യമാണ് വചനിപ്പിൻ്റെ പ്രധാനപ്പെട്ട ചിന്തയിലെ 2-ാം ഭാഗം. മാലാഖ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും, ഉരുവാകുന്ന പ്രജ ദൈവത്തിൻ്റെ പുത്രനാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ ഇത് എത്ര മനോഹരമായിട്ടാണെന്നോ വിശദീകരിക്കുന്നത്. പുതിയ നിയമത്തിൽ പരിശുദ്ധ തൃത്വം വെളിപ്പെട്ട പ്രഥമ സന്ദർഭം കർത്താവിൻ്റെ മാമോദീസയാണ്. യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ മാമോദീസ മുക്കുമ്പോൾ പരിശുദ്ധ തൃത്വം ചരിത്രത്തിൽ വെളിപ്പെട്ടു.
ഉയരത്തിൽ നിന്ന് പിതാവ് ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പുത്രൻ്റെ മേൽ ഇറങ്ങി വസിച്ചു, പുത്രൻ്റെ മേൽ വന്ന് ഇരുന്നു വിശ്രമിച്ചു എന്നാണ് വിശദീകരണം. യോഹന്നാൻ തൻ്റെ കൈ ദൈവപുത്രൻ്റെ ശിരസിൽ വെച്ചു. അപ്പോൾ സെറൂഗിലെ പിതാവായ യാക്കോബ് പറയുന്നത്, സ്പർശനത്തിലൂടെ പുത്രനും ശ്രവണത്തിലൂടെ പിതാവും കാഴ്ചയിലൂടെ പരിശുദ്ധാത്മാവും ചരിത്രത്തിന് വെളിപ്പെട്ട പരിശുദ്ധ തൃത്വം വെളിപ്പെട്ട പുതിയ നിയമത്തിലെ പ്രഥമ സംഭവം കർത്താവിൻ്റെ യോർദാൻ നദിയിലെ മാമോദീസ, വിശുദ്ധ ദനഹ. എന്നാൽ ഈ വചനിപ്പിന് വളരെ പ്രധാനപ്പെട്ട രഹസ്യപൂർണമായ ഒരു അർത്ഥതലമുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. ഉണ്ടാകുന്ന ആകയാൽ, അതാണ് വിശുദ്ധ ലൂക്കോസ് ഉപയോഗിക്കുന്ന വാക്ക്, ആകയാൽ. എന്താണ് ആകയാൽ എന്ന് പറയുന്നതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നത് കൊണ്ടും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കുന്നത് കൊണ്ടും ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം വചനിപ്പ് പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹനീയ കർമ്മമാണ്. അതാണ് വചനിപ്പിൻ്റെ രഹസ്യം. സ്വർഗത്തിൻ്റെ രഹസ്യവും സ്വർഗം ആനന്ദിച്ചതും ഗബ്രിയേൽ മാലാഖ ഈ ഒരു മഹത് സന്ദേശം ലഭിച്ചപ്പോൾ ദ്രുതഗതിയിൽ കൊച്ചു ഭവനത്തിലേക്ക്, മറിയാമിൻ്റെ അരികിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വന്നതിൻ്റെ കാരണം ഇത് സ്വർഗീയ പദ്ധതിയാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, അത് യഥാർത്ഥത്തിൽ നിന്റെ മേൽ വരും. അതുകൊണ്ടാണ് വചനിപ്പ് അത് നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവ്. അത്യുന്നതൻ്റെ ശക്തി, ദ ഹൈയസ്റ്റ്, പരിശുദ്ധ പിതാവ്, ദ ഫാദർ, ദ ഹൈയസ്റ്റ്, പരിശുദ്ധ പിതാവിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. അതുകൊണ്ട് ആകയാൽ ഉത്ഭവിക്കുന്നത് ദൈവപുത്രനാണ്. അമ്മയുടെ ഉദരത്തിൽ ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ് അമ്മയിൽ ആവസിക്കുന്നു, അത്യുന്നതൻ്റെ ശക്തി അമ്മയിൽ നിഴലിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം, ദൈവീക രഹസ്യം അമ്മയിൽ പരിശുദ്ധ ദൈവമാതാവിൽ നൽകിയ മഹത്തരമായ സന്ദർഭം. അതുകൊണ്ടാണ് വചനിപ്പിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ പങ്കാളിത്തം പിതാക്കന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. സെദറായിൽ ഇപ്രകാരമാണ് വായിക്കപ്പെടുന്നത്: അത്ഭുതകരവും സുഗ്രാഹ്യമല്ലാത്തതുമായ ഗർഭധാരണത്തെപ്പറ്റി വചനിപ്പാൻ പരിശുദ്ധ കന്യക മറിയാമിൻ്റെ പക്കൽ തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ, ഇനിയും പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക, തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും ഇഷ്ടത്താൽ പറഞ്ഞയച്ച വചനമായ ദൈവമേ നിനക്ക് സ്തുതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വചനിപ്പ് പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹനീയ പദ്ധതിയാണ്. ഈ വേദഭാഗം മഹനീയമായ വചനിപ്പിൻ്റെ ഏറ്റവും മഹത്തരമായ മൂന്നാമത്തെ ആശയം. ഇത് സ്വർഗവും ഭൂമിയും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും ഒരുപോലെ സന്തോഷിച്ച സദ്വർത്തമാന ദിനമാണ്. അതുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥനയിലെ പ്രാരംഭ പ്രാർത്ഥന തന്നെ ഈ ഒരാശയം വിശദമാക്കുക. ദൈവമേ, സന്തോഷകരമായ വാർത്ത എന്നും ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, സന്തോഷകരമായ വാർത്ത എന്നും ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പകർച്ചവ്യാധിയാൽ ലോകം പകച്ചു നിൽക്കുന്നു. എന്തെല്ലാം വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, സഭാപ്രതിസന്ധികൾ. ഇതിൻ്റെ നടുവിൽ വചനിപ്പിൻ്റെ ദിവസം വിശ്വാസ സമൂഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, സന്തോഷകരമായ വാർത്ത എന്നും ഞങ്ങൾക്ക് നൽകണമേ. സന്തോഷകരമായ വാർത്തയാണ് സൃഷ്ടിയുടെ നവീകരണത്തിൻ്റെ അടിസ്ഥാനം. രക്ഷാകര പദ്ധതി, അതിൻ്റെ മഹത്തരമായ ആരംഭം വചനിപ്പാണ്, സന്തോഷകരമായ വാർത്തയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ സന്തോഷകരമായ വാർത്തയ്ക്ക് വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ ദൈവമാതാവിനോട് പറയുന്നു, നിന്റെ ചാർച്ചക്കാരി എലിശബെത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മനോഹരവും സന്തോഷകരവുമായ വാർത്ത. അതുകൊണ്ടാണ് മാലാഖ മറിയാമിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്,
ദൈവത്തിനൊന്നും അസാധ്യമല്ല. സഹോദരങ്ങളെ, ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ധൈര്യവും. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ വചനിപ്പ് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തരമായ പാഠമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചു, ഇത് സ്വർഗത്തിൻ്റെ മഹാസന്തോഷ ദിനം. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിച്ചു, ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ മഹനീയ പദ്ധതി. മൂന്നാമത് വചനിപ്പ് സദ്വർത്തമാനത്തിനു വേണ്ടി കാതോർത്ത തലമുറയ്ക്ക് ദൈവം നൽകിയ നല്ല വാർത്തയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നാലാമത് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വാക്ക് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തം. ഇത്രയും ദൂതൻ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിന്നിൽ ഉരുവാകുന്നത് ദൈവപുത്രനാണ്. സത്യത്തിൽ എല്ലാ വേദവിപരീതങ്ങളും ഇവിടെ അവസാനിക്കുക. അറിയോസിൻ്റെ വേദവിപരീതവും നെസ്തോറിൻ്റെ വേദവിപരീതവും എല്ലാം മാറത്തക്ക മഹത്തരമായ വിശദീകരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1:33. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്നിൽ ഉരുവാകുന്നത് ദൈവപുത്രനാണ്. എത്ര മനോഹര വിശദീകരണം. അപ്പോൾ അമ്മ പറയുന്ന വാക്ക്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പലപ്പോഴും പരമ്പരാഗതമായി നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അമ്മയുടെ വിനയമാണ് ഈ വാക്കെന്ന്. എന്നാൽ സഹോദരങ്ങളെ, എത്രയോ ശക്തമായ സ്വാതന്ത്ര്യബോധം, എത്രയോ ശക്തമായ സാഹസം ഏറ്റെടുക്കുവാനുള്ള തൻ്റെ ഇടം, അതുപോലെ തന്നെ രക്ഷാകര പദ്ധതിയിൽ വിമോചനത്തിൻ്റെ കണ്ണിയാകാനുള്ള ശ്രേഷ്ഠകരമായ കാഴ്ചപ്പാട്, അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നു. സ്ത്രൈണ സഹജമായ വിനയം അതുണ്ടായിരിക്കാം, പക്ഷെ അത് മാത്രമല്ല, ഒരു തലമുറയുടെ ധൈര്യവും ഒരു തലമുറയുടെ സാഹസവും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവുമാണ് അമ്മയുടെ വാക്കിൽ വിശദീകരിക്കപ്പെടുന്നത്. വചനിപ്പ് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്വർഗീയ രഹസ്യം ആയിരുന്നു, സ്വർഗീയ പദ്ധതിയായിരുന്നു എന്നതുപോലെ തന്നെയാണ് ഈ വചനിപ്പിനോട് ചേർന്ന് നാം കാണുന്ന മറ്റു 3 പേർ. അതാരൊക്കെയാണ്? വചനിപ്പ് നൽകിയ ദൂതൻ, ഗർഭത്തിൽ വചനിപ്പ് സ്വീകരിച്ച കന്യക, ഉൽപാദന സംഗതിയുടെ രഹസ്യം അറിഞ്ഞ നീതിമാനായ യൗസേപ്പ്. സഹോദരങ്ങളെ, ഇതാണ് പിതാക്കന്മാർ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ സദറയിൽ വിശദീകരിക്കുന്നത്. വരവിനെക്കുറിച്ച് വചനിച്ച ദൂതൻ, ഗർഭത്തിൽ സ്വീകരിച്ച കന്യക, ഉൽപാദന സംഗതിയുടെ രഹസ്യമറിഞ്ഞ നീതിമാനായ യൗസേപ്പ്, ഇവർ 3 ഒരു ത്രിവിധ പങ്കാളിത്തം ഈ മഹനീയ രഹസ്യത്തിൽ ഇവർ 3 നിർവഹിക്കുന്നുണ്ട്. അമ്മയുടെ വിപതി ധൈര്യം, അമ്മയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണത, പരിശുദ്ധ അമ്മ തലമുറകളുടെ പ്രതീക്ഷയായി ദൈവപുത്രനെ സ്വീകരിക്കുവാൻ വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുന്നു. അതെല്ലാം പ്രതിപാദിക്കുന്ന വാക്കാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയ എന്ന പേര് സത്യത്തിൽ അമ്മ അന്വർത്ഥമാക്കുകയായിരുന്നു. പല അർത്ഥതലങ്ങളിൽ ഈ മറിയ എന്ന പദത്തിനുണ്ട്. അറമായിക് ഭാഷയിൽ മറിയാം, ഗ്രീക്ക് പഴയ നിയമത്തിലും മറിയാം എന്ന പദമാണ്. അതുപോലെ തന്നെ പുതിയ നിയമം ന്യൂ ടെസ്റ്റമെൻ്റ് ഗ്രീക്കിലും മറിയ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ മറിയ എന്ന പേരുള്ള മറ്റ് 8 പേരുണ്ട്. മോശയുടെ സഹോദരി മിരിയാം, ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ. യോഹന്നാൻ്റെ സുവിശേഷം 19:25 4 മറിയമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാഷാ വിശകലനത്തിൽ ബ്യൂട്ടിഫുൾ, ലൗഡ്, സബ്ലൈം, ദി എക്സോൾട്ടഡ് വൺ എന്നൊക്കെയാണ് അർത്ഥം. ശ്രേഷ്ഠത നിറഞ്ഞവൾ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൾ എന്നൊക്കെ വിവരണ അർത്ഥത്തിൽ പറയും. എന്നാൽ മനോഹരമായ മറ്റൊരു വിശദീകരണം യഹൂദ പാരമ്പര്യത്തിലും പഴയ അറമായ പാരമ്പര്യത്തിലുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ വചനിപ്പ് ദിവസം ഓർക്കേണ്ടത് തന്നെയാണ്. ഏൽ, യഹോവ എന്നർത്ഥം. ഏലി, മൈ ഗോഡ്, എൻ്റെ ദൈവം. ഏലിയ, യാഹോവേ ഈസ് മൈ ഗോഡ്. അരമായ എബ്രായ അർത്ഥതലമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മോർ, ലോഡ്, കർത്താവ് എന്നർത്ഥം. മറിയ, അത് അറമായിക് ഓൾഡ് ഭാഷയിൽ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ്. 23-ാം സങ്കീർത്തനത്തിൽ അറമായ പദത്തിൽ മറിയ എന്ന പ്രയോഗമുണ്ട്. മറിയ എന്ന അറമായ പദം ലോഡ് ഈസ് മൈ മാസ്റ്റർ,
കർത്താവാണ് എൻ്റെ ഉടയവൻ. സുറിയാനി വിശദീകരണത്തിൽ മൊറിയോ ഈൻ എന്നത് ലോപിച്ചും മറിയ എന്ന് വരാം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നത് പേരന്വർത്ഥമാക്കുന്ന മറുപടിയാണ്. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കാരണം യഹൂദ മതമല്ല, സമൂഹത്തിൻ്റെ നിയമങ്ങളല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ് എൻ്റെ കർത്താവ്. ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ലോർഡ് ഈസ് മൈ മാസ്റ്റർ. അതാണ് മറിയ. സഹോദരങ്ങളെ, മറ്റൊരർത്ഥതലം പിതാക്കന്മാർ വിശദീകരിക്കുന്നത് ഈ വചനിപ്പ് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു. സ്വർഗീയ രഹസ്യങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിനം, തൃത്വം പങ്കാളിത്തം വിളിച്ചറിയിച്ച സന്ദർഭം, അതുപോലെ തന്നെ നല്ല വാർത്തയുടെ സദ്വർത്തമാനത്തിൻ്റെ ദിവസം. കർത്താവിൻ്റെ ദാസി ഞാനാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഉടയവൻ കർത്താവാണ് എന്ന് അമ്മ സ്വാതന്ത്ര്യത്തോടും വിമോചന അർത്ഥതലത്തിലും എല്ലാ സാഹസങ്ങളും സ്വീകരിക്കുവാൻ തൻ്റെ ഇടം കാണിച്ച് വിഭതിധൈര്യം പ്രദർശിപ്പിച്ച ദിവസം. അതുകൊണ്ട് പിതാക്കന്മാരെ അഞ്ചാമത് മറ്റൊരു വിശദീകരണം നൽകുന്നു. അത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീഗണത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയ ദിവസം ഇതാണ് എന്നാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. എത്ര ആഴമായ ചിന്തയാണത് സഹോദരങ്ങളെ. ഹവ്വ മുഖാന്തരം മനുഷ്യവർഗത്തിനുണ്ടായ ശാപം, അന്ന് മുതൽ സ്ത്രീ വിമർശന വിധേയമാക്കപ്പെടുന്നവളും സമൂഹത്തിൻ്റെ നേർധാരയിൽ ഇകഴ്ത്തപ്പെടുന്നവളുമാണ്. അതുകൊണ്ടാണ് യഹൂദൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, കർത്താവേ, സ്ത്രീയായും പന്നിയായും ജനിക്കാതിരുന്നതിനാൽ നിനക്ക് സ്തുതി. അങ്ങനെ ഇകഴ്ത്തപ്പെട്ട സ്ത്രീ, അവൾ ഔന്നത്യത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് ഉയർന്ന മഹത്തരമായ ദിവസമാണ് വചനിപ്പ്. അതുകൊണ്ടാണ് സന്ധ്യയുടെ സെദറായിൽ പറയുന്നത്, ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും ഉത്ഭൂതമാക്കുന്ന നീ കന്യകയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് സ്ത്രീകളുടെ ഗണത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടെന്ന് കാണിച്ചു. ഒന്നുകൂടെ ഞാൻ ആ വാക്കൊന്ന് ഉദ്ധരിക്കട്ടെ. ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും ഉത്ഭൂതമാക്കുന്ന നീ കന്യകയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് സ്ത്രീകളുടെ ഗണത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടെന്ന് കാണിച്ചു. സഹോദരങ്ങളെ, ഇന്ന് ആധുനിക ക്രൈസ്തവ ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പൗരോഹിത്യം സ്ത്രീക്ക് നൽകുന്നതും ഉന്നത സമിതികളിൽ സ്ത്രീ പ്രാധാന്യം പ്രാതിനിധ്യം സംവരണം ചെയ്യുന്നതുമാണ് ഇന്ന് ക്രൈസ്തവ സഭ പഠിച്ചു വച്ചിരിക്കുന്ന സ്ത്രീ സമത്വം. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മാനദണ്ഡങ്ങളും അതാണ്. എന്നാൽ വചനിപ്പ് പഠിപ്പിക്കുന്ന സ്ത്രീ സമത്വം എന്താ? അവിടെയാണ് ഈ വചനിപ്പും സ്ത്രീ ഗണത്തിനുണ്ടായ മഹിമയും നമ്മൾ എപ്പോഴും ഓർക്കണം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്ത്രീക്ക് നൽകുന്നത്. എല്ലാ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ശുശ്രൂഷയിലും മധ്യസ്ഥതയുടെ പ്രഥമ സ്ഥാനം അമ്മയ്ക്കാണ്. അത്രമാത്രം പ്രാധാന്യം കുടുംബജീവിതത്തിനും മാതൃത്വത്തിനും സ്ത്രൈണഭാവത്തിനും സഭ നൽകുന്നുണ്ട്, ഓർത്തഡോക്സ് പാരമ്പര്യം നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന തലതിരിഞ്ഞ സ്ത്രൈണ വിമോചന കാഴ്ചപ്പാടല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, ദൈവം പുത്രൻ എന്ന് സംബോധന ചെയ്യപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ പുത്രൻ എന്ന സംജ്ഞയുടെ പുറകിൽ പിതാവാണ്. എന്നാൽ സർവശക്തൻ പിതാവും മാതാവുമാണ് എന്ന മഹത്തരമായ ആശയം ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുണ്ട്. സർവശക്തൻ പിതാവും മാതാവുമാണ്. വ്യത്യസ്തങ്ങളായ സംജ്ഞകളിൽ ദൈവത്തിൻ്റെ ആളത്വത്തെയും ദൈവിക രഹസ്യത്തെയും പരിമിതപ്പെടുത്താൻ ഒക്കത്തില്ല. എൽദോയോടനുബന്ധിച്ച കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച പ്രമിയോനിലും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രമിയോനിലും ഇപ്രകാരം വായിക്കപ്പെടുന്നു: അനാദിയിൽ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചു. അതാണ് നിത്യജനനം. എന്നാൽ കാലസമ്പൂർണതയിൽ ശാരീരിക പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനിച്ചു. ഈ ചിന്ത കൊണ്ടുവന്ന പിതാക്കന്മാരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ മാതൃത്വത്തിന് നൽകുന്ന ശ്രേഷ്ഠത എത്ര ഭയങ്കരം! സ്ത്രീക്കും സ്ത്രൈണഭാവത്തിനും നൽകുന്ന ബഹുമാനം എത്ര ശ്രേഷ്ഠം! അതുകൊണ്ടാണ് ഈ വചനിപ്പ് പെരുന്നാള് അമ്മയുടെ പുകഴ്ചയുടെ ദിവസമാണ്. എല്ലാ സദറാകളും
ആമുഖം കഴിഞ്ഞാൽ ഉടനെ അമ്മയെ ശ്രേഷ്ഠതപ്പെടുത്തുന്ന വാക്കുകൾ. കൃപ നിറഞ്ഞവളേ നിനക്ക് സമാധാനം, സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളേ നിനക്ക് സമാധാനം, ഭൂമിയിൽ നിന്ന് ശാപം നീങ്ങിപ്പോകുവാൻ കാരണമായ വാഴ്ത്തപ്പെട്ടവളെ, അശരീരിയായവനെ തൻ്റെ ഉദരത്തിൽ അടക്കിയ മൺപാത്രമേ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, സർവ നന്മകളുടെയും ഇരിപ്പിടമേ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, സ്രഷ്ടാവിനെ വളർത്തിയ സൃഷ്ടി, പരമാർത്ഥതയുള്ള മാടപ്രാവേ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, ജീവന്റെ മുന്തിരിക്കുലയോ ഉത്ഭവിപ്പിച്ച വാഴ്ത്തപ്പെട്ട മുന്തിരി തണ്ടേ. എത്ര ഭംഗിയായി! മാതാവിനെ മാത്രമല്ല, എല്ലാ നീതിയും വിശുദ്ധിയുമുള്ള സ്ത്രീഗണത്തെ മുഴുവൻ പുകഴ്ത്തുന്ന മനോഹര ദിവസമാണ് വചനിപ്പിൻ്റെ ദിവസം. മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും മഹനീയ ഇരിപ്പിടം പരിശുദ്ധ തൃത്വരഹസ്യമായി സ്ഥിതി ചെയ്യുന്ന അനാദ്യന്തനായ ദൈവമാണെന്ന് പഠിപ്പിച്ച മഹത്തരമായ ദിവസം. അതാണ് വചനിപ്പിൻ്റെ പ്രാധാന്യം. സഹോദരങ്ങളെ, ഞാൻ ഉപസംഹരിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ഗലാത്യലേഖനം 4:19 ഈ ഉപസംഹാരം ശരിക്ക് ശ്രദ്ധിക്കുക. യേശു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു എന്നൊരു വാക്ക് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ വചനിപ്പ് ചരിത്രത്തിലെ ഒരു സംഭവമോ പരിശുദ്ധ ദൈവമാതാവിന് വചനിപ്പ് ലഭിച്ചതിൻ്റെ ഓർമ്മയോ അല്ല. ഈ വർത്തമാന കാലഘട്ടത്തിലും ദൈവം നമ്മിൽ ഉരുവാകുവാൻ സർവശക്തൻ ആഗ്രഹിക്കുന്നു. വചനിപ്പ് ആരാധന അനുഭവത്തിൽ നമുക്ക് ബോധ്യമാകണം. പൗലോസ്ലീഹ പറയുന്നത്, മൈ ഡിയർ ചിൽഡ്രൻ, വൺസ് അഗെയിൻ ജസ്റ്റ് ലൈക്ക് എ മദർ ഇൻ ചൈൽഡ് ബർത്ത്, I feel the same kind of pain for you until Christ's nature is formed in you. ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ ഉരുവാകുവോളം ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കാൻ അനുഭവിക്കുന്ന അതേ വേദന ഞാൻ അനുഭവിക്കുന്നു. അതാണ് സഭയുടെ വേദന. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട വേദന. ഈ ലോകത്തിൽ മുഴുവൻ എല്ലാ മനുഷ്യരിലും ക്രിസ്തു ഉരുവാകണം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നു, ഒരു മിഡ് വൈഫ് റോൾ എന്ന് വെച്ചാൽ സൂതികർമ്മിണിയുടെ ഒരു ചുമതല, ഒരു ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. ക്രിസ്തുവിനെ ഉരുവാക്കണം അനേക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. അതായിരിക്കട്ടെ സഹോദരങ്ങളെ വചനിപ്പിൻ്റെ സന്ദേശം. നല്ല വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിലും വചനിപ്പ് നിർവഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരിൽ വചനിപ്പ് നിർവഹിക്കപ്പെടുവാൻ നാം ഉപാധികളാകുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത, അമ്മയുടെ മഹത്തരമായ പുകഴ്ചയുടെ, അമ്മയുടെ മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും മഹനീയത വിളിച്ചറിയിക്കുന്ന ഈ ദിവസം അമ്മയുടെ മധ്യസ്ഥത ആധ്യാത്മിക വർധനയ്ക്ക് പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.